സംസ്ഥാന പോലീസ് മേധാവിയെ റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിന് പിന്നാലെ അതൃപ്തി പ്രകടമാക്കി CPM നേതാവ് P. ജയരാജൻ. കൂത്തുപറമ്പിൽ വെടിവയ്പ് നടത്തിയവരിൽ ഒരാളാണ് റവാഡയെന്നും അന്ന് റവാഡയ്ക്കെതിരെ പാർട്ടി നിലപാടെടുത്തിരുന്നുവെന്നും ജയരാജൻ ഓർമ്മിപ്പിച്ചു. സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന നിധിൻ അഗർവാളും CPMകാരെ മർദ്ദിച്ചിട്ടുള്ള ആളാണെന്നും CPM നേരത്തെ പരാതി നൽകിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ തീരുമാനം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നയപരമായ പ്രശ്നങ്ങളിലെ പാർട്ടി ഇടപെടാറുള്ളൂവെന്നും മെറിറ്റ് പരിശോധിക്കാൻ താൻ ആളല്ലെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യോഗേഷ് ഗുപ്തയെ നിയമിക്കാത്തത് എന്തെന്ന് സർക്കാരിനോട് ചോദിക്കണമെന്നും ജയരാജൻ പറഞ്ഞു. അതേസമയം DGP നിയമനത്തിൽ CPM സർക്കാരിനൊപ്പമാണെന്ന് പാർട്ടി സെക്രട്ടറി M. V. ഗോവിന്ദൻ പറഞ്ഞു. കൂത്തുപറമ്പ് കേസിൽ റവാഡയെ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയതാണ്. പാർട്ടി പ്രവർത്തകരുടെ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണ്. P. ജയരാജൻ എതിർപ്പല്ല പറഞ്ഞതെന്നും M. V. ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ലിസ്റ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനെയാണ് തിരഞ്ഞെടുത്തതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി. മന്ത്രിയെ രക്ഷിക്കാനാണ് കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് V. D. സതീശൻ പ്രതികരിച്ചു. മന്ത്രിയെ കൊല്ലാൻ പദ്ധതിയിട്ടാണ് അന്ന് CPM വന്നതെന്നും V. D. സതീശൻ പറഞ്ഞു. DGP നിയമനം അതിൻ്റെ നടപടിക്കനുസരിച്ച് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തലശ്ശേരി ASP ആയാണ് റവാഡ ചന്ദ്രശേഖരൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ചുമതലയേറ്റ് 48 മണിക്കൂറിലാണ് കൂത്തുപറമ്പ് വെടിവയ്പുണ്ടാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖർ ആരോപണ നിഴലിലായിരുന്നു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയെങ്കിലും 2012 അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു.